നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വെളിപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ, പരാതികൾ ഉണ്ടാവില്ലെന്ന വേട്ടക്കാരുടെയും അവരെ സംരക്ഷിക്കുന്നവരുടെയും വിശ്വാസം അമിത ആത്മവിശ്വാസമാണെന്ന് തെളിയുന്നു. മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് 18 പരാതികൾ പോലീസിന് മുന്നിൽ. പരാതി നൽകിയവരുടെ മൊഴിയെടുക്കുന്ന തിരക്കിലാണ് അന്വേഷണ സംഘം. മൊഴികൾക്ക് പിന്നാലെ എഫ്ഐആറും വരുമ്പോൾ നടൻ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കേസ്. യുവനടിയെ പൂട്ടിയിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് സിദ്ദിഖിനെതിരായ മൊഴി. ബാക്കിയുള്ളവർക്കെതിരെ മൊഴികൾ പരിശോധിച്ച ശേഷം കേസെടുക്കും. അമ്മയിലെ ഭിന്നതയും ഒളിച്ചിരുന്ന ഫെഫ്ക പ്രസ്താവനയിറക്കി തടിയൂരാൻ ശ്രമിച്ചതും ഇന്ന് കണ്ടു. മുകേഷിനെ സംരക്ഷിക്കുന്നതിനെതിരെ 100 വനിതകൾ ഒപ്പിട്ട മെമ്മോറാണ്ടം, കോമ്പറ്റീഷൻ കമ്മീഷൻ പിഴയിട്ട ബി ഉണ്ണികൃഷ്ണനെ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള സംവിധായകൻ വിനയന്റെ കത്ത് രണ്ടും മുഖ്യമന്ത്രിക്ക് കിട്ടി. സിനിമാ മേഖലയിലെ കൊള്ളരുതായ്മകളിൽ വെറും വെളിപ്പെടുത്തലുകളല്ലെന്ന് തെളിയുമ്പോൾ സിനിമയിലെ പ്രമുഖർ പ്രതികളാകുമ്പോൾ എന്തായിരിക്കും ഇനി അടുത്ത് കാണാൻ കഴിയുക? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. പ്രൈം ഡിബേറ്റിൽ ഇന്ന് പോലീസ് സംഘത്തിന് മുന്നിൽ മൊഴി കൊടുത്ത നടി ശ്രീമതി സോണിയ മൽഹാർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, നടി ശിവാനി ഭായ്, മൊഴി നൽകുന്ന ശ്രീമതി മിനു മുനീർ, സംവിധായകൻ ജോസ് തോമസ്, സംവിധായകൻ ആഷിഖ് അബു, സംവിധായകൻ വിനയൻ, അമ്മയിൽ നിന്ന് ഇന്നലെ രാജിവെച്ച, അമ്മയുടെ ഭരണസമിതിയിൽ നിന്ന് ഇന്നലെ രാജിവെച്ച നടൻ വിനു മോഹൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീമതി സോണിയ മൽഹാർ, പരാതികളിൽ ഇന്ന് മൊഴിയെടുക്കുകയാണല്ലോ ഉണ്ടായത്. മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. എത്രമാത്രം താങ്കൾക്ക് ഈ ഉന്നയിച്ച കാര്യങ്ങൾ, പുറത്തുന്നയിച്ച കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ അവതരിപ്പിക്കാനായി? എങ്ങനെയുള്ള സമീപനമായിരുന്നു പോലീസ് സംഘത്തിൻ്റെത്? എനിക്ക് ആക്ച്വലി ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്നെ മൊഴിയെടുക്കാൻ വേണ്ടി ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. ഞാനൊരു പ്രത്യേക കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം എനിക്ക് കുറച്ച് ടൈം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റ് നിയമ നടപടികളിലേക്ക് ഞാൻ പറയുന്നതനുസരിച്ച് അവര് മറ്റു നടപടികളിലേക്ക് പോകും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ചില പ്രത്യേക കാരണങ്ങളാൽ മാത്രമാണ്. അതായത് താങ്കളുടെ പരാതി വിശദമായിട്ട് അവരുടെ മുന്നിലുണ്ട്, പോലീസ് സംഘത്തിന് മുന്നിലുണ്ട്. അത് താങ്കൾ ഇമെയിൽ വഴി അയച്ചു കൊടുത്തതാണ് അല്ലേ? പരാതിയിൽ താങ്കൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലാണ് ഒരു ക്ലാരിഫിക്കേഷൻ പോലീസ് ചോദിച്ചിട്ടുള്ളത്. അതിപ്പോ ചോദിച്ചിട്ടില്ല. കാര്യം അവർക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അവർക്ക് അതിനകത്ത് ഡൗട്ട്സ് ഒന്നുമില്ല. അവര് ഒരു വിശദമായ ചർച്ചയ്ക്ക് വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഹാജരാവെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ താങ്കൾ വെളിയിൽ കഴിഞ്ഞ ദിവസം അതിനേക്കാളും ഗുരുതരമായ ഇഷ്യൂസ് അല്ല, താങ്കൾ പറഞ്ഞതും ഗുരുതരമായ ഇഷ്യൂസ് തന്നെയാണല്ലോ. താങ്കൾക്കുണ്ടായ ദുരനുഭവത്തെക്കാൾ ഈ സിനിമാ മേഖലയിൽ മറ്റുള്ളവർക്ക് കൂടി ഉള്ള പ്രശ്നങ്ങളിൽ അതുകൂടി ഉന്നയിച്ചിരുന്നുവല്ലോ അല്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ വിഷയം റൈസ് ചെയ്യാമെന്ന് പറഞ്ഞത് അത് ഒരു മാധ്യമം ചോദിച്ചത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ന്യൂസ് 18 ആദ്യമായിട്ട് നമ്മളുടെ വിഷയം പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ മീഡിയയിൽ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷയം അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി ഞാൻ പറഞ്ഞത് എനിക്കും ഇതുപോലെ 2013 ഒരു പ്രമുഖ നടനിൽ വെച്ച് തൊടുപുഴ ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വന്നതാണ്. അപ്പോൾ അത് സാഹചര്യത്താൽ ആ കാര്യം പറഞ്ഞപ്പോൾ അത് നിങ്ങളെപ്പോലുള്ള മീഡിയ ആ വിഷയം റൈസ് ചെയ്യുകയും ഞാൻ അതിന് ഒപ്പം നിൽക്കേണ്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു ആരോപണം, എന്തെല്ലാം ഞാൻ കേട്ടു, ആരോപണം വെറുതെ വന്ന് പറയുന്നതാണ്, മീഡിയ അറ്റൻഷന് പറയുന്നതാണ്. അതൊന്നുമല്ല. ആക്ച്വലി 10-11 വർഷമായിട്ട് എനിക്ക് നേരിട്ട് നമ്മളെ ആക്രമിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. കാരണം എന്റെ ഈ സംസാരം അറിയാലോ, മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറയും, കൂടെ കിടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റൂല ചേട്ടാ, എനിക്ക് അങ്ങനെയുള്ള പൈസ വേണ്ട, അഭിനയിക്കുന്നതിന് മാത്രം തന്നാൽ മതി എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം മലയാള സിനിമയെന്ന് ആർക്കും എന്നെ അറിയത്തില്ല, ഈ വലിയ സംവിധായകർക്കും ആർക്കും എന്നെ അറിയത്തില്ല. പുതിയ കുറച്ച് ആളുകളുടെ ആർട്ട് പടങ്ങളിൽ ഒതുക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഞാൻ കണ്ടുവന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്.
പ്രശ്നങ്ങളുണ്ടെന്ന് ഇത് തിരുത്തണം ആരോടെ പറയാനുള്ള ധൈര്യമില്ല. ഞാൻ അമ്മയിലും ഈ WCCO ഒരു സിനിമാ സംഘടനകളിലും ഞാനില്ല. ഞാൻ ആരടുത്താ ചെന്ന് പറയുക, ഇതൊന്നും പബ്ലിക്കായിട്ട് പറയാനുള്ള മാനസിക വിഷമം പോലും ആസ് എ സോഷ്യൽ വർക്കർ എനിക്കുണ്ട്. ഞാൻ സിനിമയിൽ പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കാണുക, ഫേസ് ചെയ്യുക, ഓരോ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അറിയാം, മനസ്സുകൊണ്ട് തകർന്നിട്ടുണ്ട്. ഇതൊന്നും പറയാൻ പറ്റാതെ എങ്ങനെ ചത്തുപോയാണ്ടല്ല ഞാനൊക്കെ അതിന്റെ ആത്മാവിന് പോലും ഗതി കിട്ടൂലായിരുന്നു. അപ്പോൾ ന്യൂസ് 18 ആ ചർച്ചയിൽ നിങ്ങളത് ചോദിക്കുമ്പോൾ ഞാൻ കള്ളം പറയാൻ പറ്റുമോ? എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം എക്സാക്ട്ലി പെട്ടെന്ന് ഓർമ്മ വന്നതും ആദ്യത്തെ അനുഭവം അതായത് കൊണ്ടാണ് അവിടെ നിന്ന് ഞാൻ തുടങ്ങിയത്. ആ ഇഷ്യൂ ഒരു താരത്തിന്റെ പേര് പറഞ്ഞത് കൊണ്ട് തന്നെ അത് ഞാൻ വെറുതെ വന്നിരുന്ന് പറഞ്ഞതാണോ എന്നൊരു സംഭവമായിരുന്നു എല്ലാവർക്കും ഉള്ള സംശയം. അത് മാറിക്കിട്ടിയല്ലോ. ഞാൻ കേസ് കൊടുത്തത് ധൈര്യത്തിൽ 13 വർഷമല്ല 15 വർഷം കഴിഞ്ഞാലും സംഭവം നടന്നത് കറക്റ്റാണ്, ആള് കറക്റ്റാണ്, ഏരിയ കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. ഞാൻ സ്വബോധമുള്ള കാലത്തോളം അതെല്ലാം നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. പക്ഷെ ആരുമായിട്ട് പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ ഇല്ലാതെ ഇത്രയും നാൾ എന്തുകൊണ്ട് ഇറങ്ങാതെ ഇപ്പൊ വന്നു എന്ന് ചോദിച്ചാൽ ആ സമയത്ത് അപ്പൊ തന്നെ ആ സ്പോട്ടിലാണ് ഞാൻ റിയാക്ട് ചെയ്തത്. മണിക്കൂറുകളും ദിവസങ്ങളൊന്നും എടുത്തില്ല. ആ സ്പോട്ടിൽ പിടിച്ച് തള്ളിയപ്പം ഞാൻ കരഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കത്തില്ല. എനിക്ക് കണ്ടപ്പോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇതായി കയറി ഹഗ് ചെയ്ത് പോയതാണ്. ഇതൊരു വിഷയമാക്കരുത്, ആരോടും പറയരുതെന്ന് പറഞ്ഞ് ഒരു ക്ഷമ ചോദിച്ച് മാപ്പ് പറഞ്ഞ് അത് കഴിഞ്ഞു. പിന്നീട് പല കാര്യങ്ങൾക്കും ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ആ റെസ്പെക്ട് ഞാൻ ചോദിച്ചു മേടിച്ച റെസ്പെക്ട് ആണ്. അത് ഇതുവരെയും കീപ്പ് ചെയ്തിരുന്നു. ഒരു കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ ബാക്ക് വരെയും ഇപ്പോഴും കോണ്ടാക്റ്റിൽ ഉള്ള ആള് തന്നെയാണ്. പക്ഷെ 1 ഇയർ മുമ്പ് വരെ എനിക്ക് തോന്നുന്നത് ചാറ്റോ അത്യാവശ്യ കാര്യങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയൊക്കെ, അല്ല അതൊരു ഫ്രീക്വന്റ് കോണ്ടാക്റ്റോ അങ്ങനെയൊന്നുമല്ല. ആ മനുഷ്യനോട് വ്യക്തിപരമായി എനിക്ക് യാതൊരു ഗ്രഡ്ജും ഇപ്പോഴും ഇല്ല. പക്ഷേ ചെയ്തു പോയ തെറ്റ് നമ്മളെ നമ്മുടെ കൺസെന്റ് ഇല്ലാതെ ഒരു ടച്ച് പോലും ചെയ്യാൻ പാടില്ലാത്തപ്പോൾ അത് ചെയ്തു പോയത് കൊണ്ട് ആ കാര്യം ഞാൻ പറഞ്ഞതാണ്. അതെവിടെയും പറയും. അത് എന്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞു നിങ്ങൾ സുഹൃത്തുക്കളല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചു വരുന്ന മാധ്യമങ്ങളോട് എന്റെ കുടുംബത്ത് നമ്മുടെ സഹോദരങ്ങളായാലും അച്ഛനായാലും ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവർ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു കാര്യം അതുമായിട്ട് കണക്ട് ചെയ്ത് വീണ്ടും വീണ്ടും വിഷയം വരുമ്പോൾ നമ്മൾ പഴയ കാര്യം വീട്ടിൽ പറയത്തില്ലേ, കുടുംബത്ത് പറയത്തില്ലേ, അച്ഛൻ നിങ്ങൾ അന്ന് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ അന്നത്തെ. അതേ ടോക്ക് തന്നെയാണ് ഇപ്പോഴും എപ്പോഴും. ആ ഒരു ആളുമായിട്ട് എനിക്ക് സൗഹൃദം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് നടന്ന സംഭവം ഒളിച്ചു വെച്ചിട്ട് ഇപ്പൊ ഏതാണ്ട് മീഡിയ അറ്റൻഷനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പണം തട്ടാനോ അല്ലെങ്കിൽ അതിനോ അങ്ങനെയൊന്നുള്ള ആളെ അല്ല. താങ്കൾ ഇപ്പോൾ പോലീസിന് പരാതി കൊടുത്തപ്പോൾ ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ 2 സംവിധായകർ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ഒന്ന് ശ്രീ ജോസ് തോമസ് ആണ്, അദ്ദേഹം ഫെഫ്കയുടെ പ്രതിനിധിയാണ്. ആഷിഖ് അബു, അദ്ദേഹം ഫെഫ്കയിൽ അംഗം തന്നെയാണ്, സംവിധായകൻ ആഷിഖ് അബു. ശ്രീ ആഷിഖ് അബു, ഇന്ന് ഫെഫ്കയുടെ ഒരു പരസ്യ പ്രസ്താവന വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും നാൾ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചിരുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. ഫെഫ്കയൊക്കെ ആദ്യം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഉടൻ തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതുമാത്രമല്ല, ഇത്രയും വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും ഒരക്ഷരം പോലും ഫെഫ്ക മിണ്ടിയില്ല. അവിടെ സിബി മലയിലും ബി ഉണ്ണികൃഷ്ണനും അതിന്റെ നേതൃത്വത്തിലുള്ളവരാണ്. അതുകൂടാതെ ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയനിൽ ഒട്ടേറെ പ്രമുഖ സംവിധായകരുണ്ട് ഭാരവാഹിത്വത്തിൽ. അപ്പോൾ ഇത് വൈകി വന്ന വിവേകം എന്ന രീതിയിൽ കണ്ടാൽ മതിയോ, അതോ ഒളിച്ചിരുന്നു കൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി തടിയൂരുകയാണോ ചെയ്തത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇന്ന് വന്ന പത്രക്കുറിപ്പില് അത് ഫെഫ്കയുടെ ലെറ്റർ ഹെഡിലല്ല, അതിനകത്ത് ആളുടെ പേരില്ല. അങ്ങനെ ഒരു ഊമക്കത്ത് പോലുള്ള ഒളിച്ചിരുന്ന് എന്തിനാണ് ആരെയാണ് ഭയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇത്രയും വലിയ എത്ര ദിവസം ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാതെ പൊതുജനങ്ങളോട് സംസാരിക്കാതെ ഇരിക്കും? 10ാം ദിവസം ഇതുപോലത്തെ ലെറ്റർ ഹെഡിൽ പോലും അല്ലാത്ത ഒരു കത്താണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാമാന്യ ബുദ്ധി വെച്ച് ഇതിന്റെ ശരികേട് മനസ്സിലാവുന്നതാണ്. ഇതൊട്ടും ഞാൻ ഈ സംഘടനയുടെ പ്രതികരണത്തോട് യോജിക്കുന്നില്ല. എനിക്ക് സ്വീകാര്യം അല്ലാത്തൊരു നിലപാടാണ്. അല്ല, താങ്കൾക്ക് സ്വീകാര്യമല്ലാത്ത നിലപാട് എന്താണ്? അതിനകത്ത് ആ വാചകങ്ങൾ വായിച്ചു നോക്കുമ്പോൾ എല്ലാം ഈ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇരകൾക്കൊപ്പം നിൽക്കും, അവർക്ക് വേണമെങ്കിൽ നിയമസഹായം ചെയ്തു കൊടുക്കാനും തയ്യാറാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണോ ആരോപണ വിധേയർ അവരുടെ പേരുകൾ പുറത്തു വരണം, ഇങ്ങനെയൊക്കെ ഫെഫ്കയുടെ ഔദ്യോഗിക നേതൃത്വം പറയുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റുകളുമായിട്ട് താങ്കൾക്ക് ആ പോയിന്റുകൾ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണോ അവരുടെ ഈ നിലപാട്? ഒരു കള്ളത്തരം, ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറമേ മറ്റൊന്ന് കാണിക്കുന്നു, അതാണോ? തീർച്ചയായിട്ടും. ഞാൻ ഇവിടെ പുതുതായി വന്ന ഒരാളല്ലല്ലോ. ഞാൻ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഈ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംഘടനയുടെ ആദ്യകാലം മുതലുള്ള മെമ്പറാണ്. അതിനു മുമ്പ് മാക്ടയിൽ
ഞാൻ മെമ്പറാണ്. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് രൂപീകരിക്കപ്പെട്ട മാക്ട ഫെഡറേഷൻ മെമ്പറാണ്. മാക്ട ഫെഡറേഷൻ രണ്ടാവുന്ന സമയത്ത് ഞാൻ ഫെഫ്കയിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്. ഈ വർഷക്കാലങ്ങളിലൊക്കെ ഒരു സംഘടന എന്നുള്ള നിലക്കുള്ള അവരുടെ നിലപാടുകൾ, പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംഘടന ഒരു തൊഴിലാളി സംഘടന എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ച ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതിനെയൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അതിനൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്നു. വേതന തർക്കത്തിന്റെ കാര്യത്തിലും ഒക്കെ നല്ല നിലപാട് ശക്തമായിട്ട് ഉള്ളതാണ്. തൊഴിലാളികൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ സാമൂഹിക ഉത്തരവാദിത്വം, ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ചില ക്രിമിനൽ പ്രവർത്തനങ്ങളോടുള്ള മൗനം, ഇതൊക്കെ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല ശ്രീ ആഷിഖ് അബു, ഇന്ന് സംവിധായകൻ വിനയൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫെഫ്കയുടെ, താങ്കൾ ഉൾപ്പെടുന്ന ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കുന്നയാൾ ബി ഉണ്ണികൃഷ്ണൻ എന്ന പ്രമുഖ സംവിധായകനാണ്. ഈ സംവിധായകനെതിരെ 2017 കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു വിധിയുണ്ട്. അതിൽ പിഴയടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ട് പോലും സുപ്രീം കോടതിയിൽ നിന്ന് എതിരായിട്ടുള്ള വിധിയാണ് ഫെഫ്കയ്ക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇപ്പോൾ സിനിമാ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പറ്റില്ല, അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം വിനയൻ ഉന്നയിച്ചിരിക്കുകയാണ്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ, ഈ ബി ഉണ്ണികൃഷ്ണനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തുന്നത്? 100% ഞാൻ ശ്രീ വിനയൻ എടുത്തിട്ടുള്ള നിലപാടിനോടും അദ്ദേഹം മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചിട്ടുള്ള ആവശ്യത്തോടും ഞാൻ യോജിക്കുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങളും വളരെ നിയമപരവും അത് കാര്യമുള്ളതുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിലക്ക് ഏർപ്പെടുത്തുക, മനുഷ്യരെ വിലക്കുക, കലാകാരന്മാരെ വിലക്കുക, പ്രബല ശക്തികൾക്ക് കൂടെ നിൽക്കുക, ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പ്രവൃത്തിയിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വാക്കുകളിൽ വേറെ ഒരു വേർഷനാണ് ഉള്ളതെങ്കിലും പ്രവൃത്തിയിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതില് ശരികേടുണ്ട്. ഈ മൗനം, ഈ 10ാം ദിവസം വരെ ഈ മൗനം തന്നെ എനിക്ക് വലിയ കുറ്റവാളികൾക്ക് കൂട്ടുനിൽക്കുന്ന പോലെ തന്നെയാണ്. അതിനിടയിൽ ആർക്ക് കൂട്ടു നിൽക്കുന്നു ബി ഉണ്ണികൃഷ്ണൻ? അദ്ദേഹത്തിന്റെ താല്പര്യം എന്താണ്? ഇപ്പോൾ സിബി മലയിലെ പോലെയുള്ള ഒരു സംവിധായകനൊക്കെ അദ്ദേഹം ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടിൽ പങ്കാളിയാകുമോ? അതോ ബി ഉണ്ണികൃഷ്ണന്റെ ഒരു ചൊൽപ്പടിയിൽ ഫെഫ്ക നിൽക്കുന്നു എന്നാണോ? 100% ബി ഉണ്ണികൃഷ്ണന്റെ ചൊൽപ്പടിയിലാണ് ഫെഫ്ക ഉള്ളത്. ഇന്ന് ഒരാള് ഞാൻ എന്തോ കുറച്ച് പണം കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറയുന്നത് കേട്ടു. ദൈവത്തെ പോലെയാണ് അദ്ദേഹം എന്നൊക്കെ. അപ്പോ ഈ പറഞ്ഞ പോലെ ഈ ദൈവമാക്കി കൊണ്ട് നടക്കുന്ന ആളുകൾ ആ സംഘടനയ്ക്കകത്തുണ്ട്. അതിപ്പോ സിബി മലയിൽ സാറിന്റെ ദൈവമാണോ ബി ഉണ്ണികൃഷ്ണൻ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്കൊക്കെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായമുള്ള ആൾക്കാരായിട്ടാണ് തോന്നുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അവരുടെയൊക്കെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ ആഷിഖ് അബു, താങ്കൾക്ക് ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച് പോകാവുന്നതാണല്ലോ. താങ്കൾ ഇപ്പോഴും ഫെഫ്കയുടെ അംഗമാണല്ലോ അല്ലേ? ഞാൻ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ സംഘടനയ്ക്കെതിരല്ല. ഞാൻ ഈ അംഗമായി നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ഈ നേതൃത്വം കേൾക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഈ ഫെഫ്കയുടെ രൂപീകരണ സമയത്ത് തന്നെ അവിടെ മുതൽ ഇങ്ങോട്ട് തന്നെ ആ ഒരു നേതൃത്വം, അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾക്കാണല്ലോ അവിടെ വില കൂടുന്നത്. മറ്റൊരു സംഘടനയെ തകർത്തുകൊണ്ടാണ് ഈ സംഘടനയുടെ രൂപീകരണം തന്നെ. അതെ, അപ്പോ അത് കേൾക്കണോ വേണ്ടെന്നൊക്കെ ഉള്ളത് അവർക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ പറയുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നു. ശ്രീ ജോസ് തോമസ്, ഇപ്പോൾ ആഷിഖ് അബുവിന്റെ അഭിപ്രായം താങ്കൾ കേട്ടുവല്ലോ. ഈ ഫെഫ്ക ഇന്ന് ഈ ഒളിച്ചിരുന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ട് എന്ത് കാര്യമാണുള്ളത്? പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്ന് പറയണമായിരുന്നു. അതിനെന്തിന് മടിക്കുന്നു? സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്ക എന്താണ് അവരെ ഇങ്ങനെ പിന്നോട്ട് നയിക്കുന്നത്? മഞ്ജുഷ്, ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് ഏതെങ്കിലും ജംഗ്ഷനിൽ നിന്ന് മൈക്ക് കെട്ടി പറയാന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റിയിൽ നിന്ന് പറയാന്നുള്ളതാണ്. ഒരു ലെറ്റർ ഹെഡിലെങ്കിലും പറയാമായിരുന്നു, അതുപോലും ഉണ്ടായില്ല. ഈ ലെറ്റർ ഹെഡിൽ പറയുന്നത് ഏതെങ്കിലും പത്രക്കുറിപ്പ് കൊടുത്താണോ? ഞങ്ങൾ 21 സംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാർക്ക് കൊടുത്ത ഒരു കുറിപ്പാണത്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വേണമോ എന്ന് അതങ്ങനെ ലീക്കായതാണത്. ആ ജനറൽ സെക്രട്ടറിമാരോട് ഇത്രയും മതിയോ, ഇതിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ടോ എന്ന് പറഞ്ഞിട്ട് ബി ഉണ്ണികൃഷ്ണൻ കൊടുത്തൊരു കുറിപ്പാണ്. അത് പത്രങ്ങൾ കൊടുക്കുമ്പോൾ ലെറ്റർ പാഡ് തന്നെ കൊടുക്കും. അത് എവിടുന്നോ ലീക്ക് ഔട്ടായി അതിന്റെ കുറിപ്പ് കണ്ടിട്ടാണ് ഈ സംസാരിക്കുന്നത്. എനിക്ക് ആഷിഖ് അബുവിനോടൊരു ചോദ്യമുണ്ട്. ആഷിഖ് അബു, നിങ്ങൾ ഡയറക്ടേഴ്സ് യൂണിയനിലെ സജീവ അംഗമാണ്, ഫെഫ്കയിലെ അംഗമാണ്. ഫെഫ്കയുടെ നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ജനറൽ സെക്രട്ടറിയെ വിളിച്ച് പറയാം. നിങ്ങൾക്ക് എന്തുകൊണ്ട് പത്രസമ്മേളനം നടത്തി ഇത് പറഞ്ഞുകൂടാ എന്ന് ചോദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആഷിഖ് അബു?
ആഷിഖ് അബു സജീവ അംഗമല്ലേ? എനിക്ക് എന്നോട് ചോദ്യത്തിന് മറുപടി പറയാമോ? ആഷിഖ് പറഞ്ഞോളൂ. ജോസ് തോമസ് ആണ് ആ ചോദ്യം ഉന്നയിച്ചത്. ഞാനിത് സംസാരിച്ചിട്ടില്ല എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അത് ഞാൻ പല രീതിയിൽ ഇതിന്റെ ഭാരവാഹികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ അഭിപ്രായം എന്താണ്, നിലപാട് എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. അത് വ്യക്തിപരമായിട്ട് യൂണിയൻ അംഗം എന്നുള്ള നിലയ്ക്ക് അതിന് മറുപടി കിട്ടാതെ ആയപ്പോഴും കിട്ടിയ മറുപടി എനിക്ക് തീരെ സ്വീകാര്യമല്ലാത്ത മറുപടി ആയിരുന്നപ്പോഴുമാണ് എനിക്ക് പരസ്യമായി സംസാരിക്കേണ്ടി വന്നത്. ഡെലിഗേറ്റ്സ് യൂണിയനിലെ രഞ്ജി പണിക്കരാണല്ലോ അതിന്റെ നേതൃത്വത്തിലുള്ളത്. രഞ്ജിയായിട്ടാണോ സംസാരിച്ചത്? അതെ, രഞ്ജിയുണ്ട്, GS വിജയനുണ്ട്, ആഷിഖ് അബു അവരുമായിട്ടാണോ സംസാരിച്ചത്? എനിക്കറിയില്ല. ഇതിനൊരു ആക്ടിംഗ് സെക്രട്ടറി ഉണ്ടല്ലോ, സോഹൻലാൽ, സിനു സോഹൻലാൽ. അദ്ദേഹവുമായിട്ടാണ് സംസാരിച്ചത്. എന്നിട്ട് അനുകൂലമായ ഒരു മറുപടി കിട്ടിയില്ല അല്ലേ? അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പരസ്യമായിട്ട് നിലപാടെടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതാണ് ജോസ് തോമസ്. ഫെഫ്കയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി 7 പേരുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ അംഗമാണ് ഞാൻ. ഈ സോഹൻ സീനുലാലിന് അങ്ങനെ ഒരു കത്ത് കിട്ടുകയോ അല്ലെങ്കിൽ സോഹൻ സീനുലാലിനോട് സംസാരിച്ചിട്ടുണ്ടെന്നോ ഉള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. 2, ഇവിടെ ഫെഫ്ക എന്തിനാണ് ഒളിച്ചിരിക്കേണ്ടത്? എന്ത് കാര്യത്തിനാണ് ഒളിച്ചിരിക്കേണ്ടത്? ആരാണ്? ഫെഫ്കയുടെ അംഗങ്ങൾ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ കുറ്റാരോപിതരാകുമ്പോൾ ഞങ്ങൾ നടപടിയെടുക്കുമെന്നല്ല. ശരിക്കും പറഞ്ഞാൽ അതിന് FIR ഇട്ട് അവർക്കെതിരെ ചാർജ് ഷീറ്റ് വരുമ്പോൾ ഞങ്ങൾ മാറ്റി നിർത്തും. അവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞാൽ അവരെ പുറത്താക്കും. അതാണ് ഫെഫ്കയുടെ നിലപാട്. അത് ആഷിഖ് അബുവിനും അറിയാവുന്നതാണ്. പിന്നെ ഇങ്ങനെ നിലപാടാണത് സാർ, ബഹുമാനത്തോടെ അതിനോട് വിയോജിക്കും. അത് ഫെഫ്കയുടെ നിലപാടായിരിക്കും. എനിക്കത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്ത് ക്രിമിനൽ കുറ്റം ചെയ്ത ആളെ പുറത്താക്കുന്നു? അറസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ നടപടിയെടുക്കുള്ളൂ എന്ന് പറയുന്ന കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. അല്ല, ഒരു ആരോപണം ഉണ്ടായാൽ തന്നെ നടപടിയെടുക്കണമെന്നാണോ താങ്കൾ അഭിപ്രായപ്പെടുന്നത്? എങ്ങനെയാണോ സാധാരണ നാട്ടു നടപ്പ് അതുപോലെ ചെയ്യണ്ടേ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ആരോപണം ഉണ്ടായി മുകേഷ് രാജിവെക്കണ്ടേ ആഷിഖ് അബു? നമുക്ക് കാണാം മുകേഷ് രാജിവെക്കോ ഇല്ലെന്ന്. അല്ല, അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ഉടനെ ആരോപണം ആർക്കെതിരെ ഉന്നയിക്കാം. ഇപ്പോ അതുകൊണ്ട് അത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലോ. എന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്ന് മാത്രം. അല്ല, താങ്കൾക്ക് വിയോജിക്കാം. പക്ഷേ താങ്കൾ ഇങ്ങനെ പരസ്യമായി ബി ഉണ്ണികൃഷ്ണൻ എന്തോ മാഫിയ തലവനെ ആണെന്ന് പോലെ സംസാരിക്കുന്നത് അത് ഞങ്ങൾക്ക് ദൈവമാണെന്നല്ല, അങ്ങനെ ഒരു പച്ച മനുഷ്യനാണ്. അദ്ദേഹം നേതൃത്വത്തിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അനഭിമതനായിട്ട് തോന്നുന്നില്ല. കാരണം കൃത്യമായ നടപടികളും കൃത്യമായ ജനാധിപത്യ രീതിയും ഫെഫ്കയിലുണ്ട് എന്ന് അവിടെ 8000-ലധികം വരുന്ന അതിലെ അംഗങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവിടെ യാതൊരു വിയോജിപ്പുമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്. ഇതുപോലുള്ള വിയോജിപ്പുകളുടെ സ്വരങ്ങൾ വരുമ്പോൾ അത് ചാനലിൽ പറയുന്നതിന് മുമ്പ് അതിന്റെ അധികൃതരോ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിലിരിക്കുന്നവരോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ അതാണ് മര്യാദയുള്ള സംഘടന എന്ന് ആഷിഖ് അബു, ഇതാണ് ജോസ് തോമസ്. അദ്ദേഹം ഫെഫ്കയുടെ ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഈ മുകേഷിന്റെ കാര്യത്തിൽ താങ്കൾക്കും ഒരു നിലപാടുണ്ടല്ലോ. താങ്കൾ നേരത്തെ നിലപാട് പറഞ്ഞതാണ് മുകേഷ് ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ ഉണ്ടാകരുത്, അതുപോലെ തന്നെ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള നിലപാട് കൂടി ആഷിഖ് താങ്കൾക്കില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ അത് പറയുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ കണ്ടുവന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രമാത്രം വെളിപ്പെടുത്തലുകൾ വരുന്നതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ സജീവമാവുന്നതും സിനിമയിലെ തന്നെ പ്രബല സംഘടനകൾ, അതായത് അമ്മയും ഫെഫ്കയും, ഇവരിൽ വലിയൊരു ഭിന്നത ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു വശത്ത് ഇരകൾക്കൊപ്പം നിൽക്കുന്നവർ, മറുവശത്ത് വേട്ടക്കാരെ സംരക്ഷിക്കുന്നവർ, ഈ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ മലയാള സിനിമാ ലോകത്ത്. അതാണ് മനസ്സിലാവുന്നല്ലോ. അല്ലെങ്കിൽ ഇപ്പോ ഇതിനകത്തൊക്കെ ഇടപെട്ട് സംസാരിക്കാൻ ഉത്തരവാദിത്തമുള്ളൊരു സംഘടന 10 ദിവസമായിട്ട് മിണ്ടാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയങ്ങളാണ്. അപ്പൊ അത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. എന്താണ് സ്വന്തം നിലപാട് എന്ന് മനസ്സിലാവും. അതിനോട് യോജിക്കുന്നവരും ഉണ്ടായിക്കോട്ടെ. സംഘടന നിലപാട് വ്യക്തമാക്കിയാൽ മതി. അല്ല, സംഘടന നിലപാട് ഈ ഫെഫ്ക നിലപാട് വ്യക്തമാക്കി, അതിൽ ഇനി ഒരു മാറ്റം അവർ വരുത്തുമെന്ന് തോന്നുന്നില്ല. ഇതാണ് അവരുടെ നിലപാട്. അത് മതി. അതായത് പരസ്യമായ പ്രതികരണത്തിന് അവർ തയ്യാറാവുകയില്ല. അത് എന്തുകൊണ്ടാണ് ജോസ് തോമസ് പരസ്യമായിട്ട് പറയുവാൻ നിങ്ങൾ മടിക്കുന്നത്? പൊതുസമൂഹം നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടല്ലേ? ഒരു പത്രക്കുറിപ്പ് കൊടുക്കുമ്പോൾ മഞ്ജുഷ് അത് പരസ്യമല്ലേ? അല്ല, അത് അങ്ങനെയല്ലല്ലോ. അല്ല, ചോദ്യങ്ങൾ നേരിടാമല്ലോ. ബി ഉണ്ണികൃഷ്ണൻ എന്താണ് മടി? മീഡിയയുടെ മുന്നിൽ വന്ന് ചോദ്യങ്ങൾ നേരിടാൻ ബി ഉണ്ണികൃഷ്ണൻ എന്തിനാണ് മടിക്കുന്നത്? അല്ല, മീഡിയ എന്ത് ചോദ്യങ്ങളാണ് ഈ കാര്യത്തിൽ
സെഫ്ക എന്ന് പറയുന്ന സംഘടനയുടെ യൂണിയന്റെ നിലപാട് കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പത്രക്കുറിപ്പിലൂടെ അത് പുറത്തു പറഞ്ഞിരിക്കുന്നു. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ഹേമ കമ്മിറ്റിയിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന പേരുകൾ പുറത്തു കൊണ്ടുവരണം. അത് ആരാണ് പറഞ്ഞു ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പേര്? അത് എന്താണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പേര് പുറത്തു വന്നിട്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ പറയുന്ന ഇരകളുടെ പേരല്ല, അല്ല ആരുടെ പേരാണ്? പേരാണോ ഇവിടുത്തെ പ്രശ്നം? ഈ പേര് പുറത്തു വരിക എന്ന് പറയുന്നത് ആളാരാണെന്ന് അറിയണ്ടേ? ഓ അത് ശരി. അതൊരു പുകമുറിക്കുള്ള വെക്കേണ്ട കാര്യം അറിയണ്ടേ? ആളുകൾ ആരാണെന്ന് അറിയാം. അതുകൊണ്ടാണ്. അല്ല അത് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, കുറെ ആളുകളുടെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ ഇരകൾ തന്നെ പരസ്യമായിട്ട് പറയുന്നുണ്ട്. ജോസ് തോമസ്, അങ്ങനെയുള്ള കാര്യത്തിൽ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ മൗനത്തിലായിരുന്നു. മഞ്ജുഷ്, ഈ ഇരകൾ എന്ന് പറയുന്നവർ ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്തവരാണോ? അല്ലെന്ന് അവർ തന്നെ ചാനലിൽ വന്നിരുന്ന് പറയുന്നു. അല്ല, എല്ലാവരും കൊടുത്തവരല്ല, കൊടുത്തവരുമുണ്ട്, കൊടുക്കാത്തവരുമുണ്ട്. അക്കൂട്ടത്തിൽ ഈ ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ട്, ഈ പരാതി കൊടുത്തവർ മാത്രമേ, മൊഴികൾ കൊടുത്തവർ മാത്രമേ പുറത്തു വന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന് അങ്ങനെയൊന്നുമില്ലല്ലോ. അല്ല, അങ്ങനെയില്ല. ഒരു പറ്റം ആളുകൾ വന്ന് ഒരു പറ്റത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു. ഈ പരാതി ആർക്ക്? ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ആർക്കെതിരെയും പരാതി കൊടുക്കാം, ഉന്നയിക്കാം. പക്ഷേ അതൊരു കേസായി മാറണം. വെറുതെ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞാൽ പോരല്ലോ. അല്ല, അതൊക്കെ പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. സോണിയ അതിനുള്ള മറുപടി ശിവാനി കൂടി ചേരുന്നുണ്ട്. സോണിയ അതിനുള്ള മറുപടി. ഇപ്പോൾ രണ്ട് സംഘടനകൾക്കുള്ളിൽ തമ്മിലടി നടക്കുകയാണ്, രണ്ട് പ്രബല സംഘടനകൾക്കുള്ളിൽ. ആരോപണം ഒരു സംഘടനയിലും അടിയൊന്നുമില്ല. മനസ്സിലായി. നാണക്കേടാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ. അല്ല, ഇപ്പൊ ഈ രണ്ട് സംഘടനകൾ, ആർട്ടിസ്റ്റ് സംഘടനയും ടെക്നീഷ്യന്മാരുടെ സംഘടനയും തമ്മിൽ അടിയുടെ ആവശ്യമില്ല. ഇത്തരമൊരു അലിഗേഷൻ വരുമ്പോ അത് കൃത്യമായിട്ട് മീഡിയ അഡ്രസ് ചെയ്തുകൊണ്ട് നട്ടലോടെ വന്നിട്ട് പറയണം. അല്ലെങ്കിൽ അലിഗേഷൻ ആരൊക്കെ ഉന്നയിച്ചോ അവരെ മാറ്റി നിർത്തണം. രാജി എന്ന് പറയുന്നത് ഇത് ഒരു വീട്ടിനകത്തൊരു പ്രശ്നം വന്നാൽ വീട് മൊത്തത്തിൽ കത്തിച്ചിട്ട് പോവാണോ ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പൊ നമ്മൾക്ക് ഒരു ഇഷ്യൂ റൈസ് ചെയ്തു. നിങ്ങൾ തന്നെ പലരും പറയുന്നുണ്ട് ആരോപണമാണ്, വെറുതെ പറയുന്നു, ആർക്ക് വേണോ എന്ന് പറയാം, പരാതി പറയാം, അത് തെളിയിക്കണം, എവിഡൻസ് വേണം. ഇപ്പൊ റേപ്പ് ചെയ്യാൻ പോണ പെണ്ണ് ഒരു ക്യാമറയും കൊണ്ട് സ്വന്തമായിട്ട് പോയി അതെല്ലാം ഷൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഡിസ്കഷൻ കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ പറയുന്നത് സംഘടനകൾ തമ്മിൽ അടിയുടെ ആവശ്യമില്ല. നിങ്ങളൊക്കെ എന്താണ്, എനിക്ക് നിങ്ങളോടൊക്കെ സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ആർട്ടിസ്റ്റിന്റെ സംഘടന അമ്മ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്, എന്തോരം ആളുകൾക്ക് അത് ഗുണം ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പാവങ്ങളുടെ മാനത്തിന് വില പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ദാനം ധർമ്മം ചെയ്യാനുള്ളത്. അപ്പൊ ഈ തെറ്റ് നമ്മൾ സ്വയം സമ്മതിക്കുകയും നമ്മുടെ പ്രശ്നം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇത്ര പ്രശ്നങ്ങളുണ്ട് മീഡിയ അഡ്രസ് ചെയ്യണം. അപ്പൊ തലവൻ ഉൾപ്പെടെ എല്ലാവരും ഒളിച്ചു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് നാഷണൽ ചാനലിലൊക്കെ ചോദിച്ചു വൈ എസ്കേപ്പിംഗ് മോഹൻലാൽ. ഞാൻ എന്താ പറയേണ്ടത്? നമ്മളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ വേറെ ആളുകളെ പേര് പറഞ്ഞ് എന്റെ സംഘടനാ ഭാരവാഹികളുടെ പേര് പറഞ്ഞ് ചോദിച്ചു. ഞാൻ ഇതുമായിട്ടൊന്നും കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളെ അല്ല. എന്നാൽ പോലും നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് തന്നെ പലർക്കും അറിയില്ല എന്നാണ് തോന്നുന്നത്. അതെങ്കിലും സമ്മതിച്ചാൽ മതിയായിരുന്നു. ഏതോ ചാനൽ പറഞ്ഞതുപോലെ സ്വയം ആർട്ടിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന നമ്മൾ പോലും നമുക്കിത് പറയുമ്പോൾ വിഷമമുണ്ട്. നിങ്ങൾ തമ്മിലടിക്കുകയോ സിനിമയെ ഭിന്നിപ്പിക്കുകയോ ഒന്നുമല്ല വേണ്ടത്. ഇഷ്യൂ വരുമ്പം നട്ടലോടെ നമ്മളൊരു പെണ്ണാണ്, ആരുമില്ലാത്തൊരു പെണ്ണായിട്ട് കൂടി ഞാൻ ഈ അഡ്രസ് ചെയ്യുന്നത് എന്റെ ഒപ്പം നിൽക്കുന്ന സഹപ്രവർത്തകരുടെ മാനം കുറെ നാളായിട്ട് എവിടെയൊക്കെ ബലി കഴിക്കപ്പെടുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടെങ്കിൽ സംഘടനകളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ഊമക്കത്തഴിച്ച് കളിക്കാതെ നിങ്ങളൊക്കെ അഡ്രസ് ചെയ്യണം, വന്നിരുന്ന് പറയണം, സാർ ഞങ്ങളുടെ പ്രശ്നമുണ്ട്, ഇന്ന കാര്യങ്ങൾ ഇവിടെ വിഷയമുണ്ട്, ഞങ്ങളത് തിരുത്തും, ഞങ്ങളതിനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും, മുഖം നോക്കാതെ നടപടിയെടുക്കും. അതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ താരമൂല്യങ്ങളോ ഒന്നും ഇടാതെ ഏതെങ്കിലും ഇഷ്യൂസിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തെളിഞ്ഞാൽ നമ്മൾ നടപടി എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആർജവത്തോടെ നമ്മുടെ കേരളത്തിലെ മീഡിയയെങ്കിലും അഡ്രസ് ചെയ്യണ്ടേ? നാണക്കേടല്ലേ? പുറത്ത് ഓരോ സ്ഥലത്തുള്ള ആളുകൾ ചോദിക്കുന്നത് നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഞാൻ അതിന്റെ ഭാഗം അല്ലെങ്കിൽ കൂടി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സംഘടനയാണ്. എന്തോരം ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, വലിയ വലിയ ഷോകൾ ചെയ്യണം. നമ്മളൊക്കെ ഇങ്ങനെ ടി വിയിൽ നോക്കിയിരിക്കും. നമ്മൾ അമ്മയിലെ മെമ്പറല്ല, എന്നാൽ പോലും ഒരുപാട് ഇഷ്ടമായിരുന്നു നിങ്ങളെയൊക്കെ. നിങ്ങളെല്ലാം അത്രയ്ക്ക് നമുക്ക് ഇഷ്ടമായിരുന്നു, ആരാധിച്ചിരുന്നു. പക്ഷേ ഓരോ അലിഗേഷൻ വരുമ്പോഴും നിങ്ങൾ ഒളിച്ചോടുകയാണോ ചെയ്യുന്നത്? എന്നിട്ട് പറയുന്നു സ്പ്ലിറ്റ് ചെയ്യുന്നു. ടെക്നീഷ്യന് ആർട്ടിസ്റ്റിനെ കണ്ടുകൂടാ, ആർട്ടിസ്റ്റിന്റെ സംഘടനയ്ക്ക് വേറുള്ള ആളുകളെ കണ്ടുകൂടാ.
ഇതെല്ലാം കൂടെ ടെക്നീഷ്യന്മാർ വേറെ സംഘടന ഉണ്ടാക്കിക്കോട്ടെ, കുഴപ്പമില്ല. എന്തുകൊണ്ട് ഒരു യൂണിറ്റി ആയിട്ട് പെണ്ണുങ്ങൾ പോയിട്ട് വേറെ കുറെ സംഘടന ഉണ്ടാക്കുന്നു, ആണുങ്ങൾ പോയിട്ട് വേറെ കുറെ സംഘടന ഉണ്ടാക്കുന്നു, കുറെ പേര് ആണും പെണ്ണുമായിട്ട് നിന്നൊരു സംഘടന ഉണ്ടാക്കുന്നു, തമ്മിലടിക്കുന്നു. ഏവനെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ ആ പറയുന്നവർ അത്രയും ചീത്ത പെണ്ണുങ്ങളും ഈ ബാക്കിയെല്ലാവരെല്ലാം നല്ല പക്ക ഡീസന്റ് ആൾക്കാർ എന്ന് വിചാരിച്ചിട്ട് ഇതിലൊക്കെ ഉള്ള ആൾക്കാരും എല്ലാവരും കുറ്റക്കാരോ തെറ്റുകാരോ ഒന്നുമല്ല. എത്ര നല്ല മനുഷ്യന്മാരെ സിനിമാ മേഖലയിൽ കണ്ടിട്ടുണ്ട്. 11 വർഷം മുമ്പ് കണ്ട പലരെയും ഇപ്പോഴും ചങ്കിൽ വെച്ചിട്ടുണ്ട്, അവരാ മാന്യത വിടാത്തത് കൊണ്ട്. ചിലവരെ കണ്ട നമ്മളും തിരിഞ്ഞു പോവും, വൃത്തിയേട് കാണിക്കുന്നത് കൊണ്ട്. ഈ പെണ്ണുങ്ങളെ പിച്ചിക്കീറുന്ന പരിപാടിയൊക്കെ എല്ലാരും സൈഡിൽ കൂടെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടുപേർ ഇഷ്ടപ്പെട്ടു പോയി ചെയ്യണേനൊന്നും നമുക്ക് വിഷയങ്ങളൊന്നുമില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടം. പക്ഷേ ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിക്കല്, 18 വയസ്സ് കഴിയാത്ത പിള്ളേരെ കിട്ടുമെന്ന് ചോദിക്കല്, അതിന്റെ അമ്മയെ കിട്ടുമെന്ന് ചോദിക്കല് പറയുമ്പോൾ ഭയങ്കരമായിട്ട് മീഡിയയുടെ മുമ്പിൽ എനിക്ക് അറിയത്തില്ല ഞാൻ കാണുന്ന വിഷമങ്ങൾ കൊണ്ടാണ് അഡ്രസ് ചെയ്യാൻ ഒരു ടൈം കിട്ടിയപ്പോ അത് പറഞ്ഞത്. എന്നാൽ 11 വർഷം മുമ്പ് നിനക്ക് നടന്ന സാധനത്തിന് നീ അന്ന് കേസ് കൊടുക്കാത്ത എന്തെന്ന് ചോദിക്കുന്നതല്ല. അന്ന് എന്നോട് മാപ്പ് പറഞ്ഞ ആ വിഷയം അവിടെ ക്ലോസ് ചെയ്ത് ഇപ്പം ഓരോരുത്തർ വന്നിട്ട് പറയുന്ന ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു വിഷയം ഇല്ല, നമ്മുടെ ഇൻഡസ്ട്രി മുഴുവൻ പ്യുവറാണ്, 100% അതിനകത്ത് ഒരു വിഷയമില്ല, നമ്മള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇത് വരുന്നു. ഏറ്റവും നാണക്കേട് തോന്നിയത് അന്യഭാഷ നടി ഇവിടെ വന്നപ്പോ അവളെയും കയറി പിടിക്കാൻ ചെന്നിരിക്കുന്നു, വള എണ്ണുന്നു. ഇതൊക്കെ അവർ പറഞ്ഞത് സത്യമാണെങ്കിൽ നമുക്കറിയില്ല, രഞ്ജിത്ത് സാർ തെളിയിക്കേണ്ടതാണ് അത്. അപ്പോ നമ്മളെ അപമാനപ്പെടുകയാണ് കേരള സമൂഹം, കേരള സിനിമ ശ്രീമതി സോണിയ മൽഹർ. ഇപ്പോൾ ഡോക്ടർ ശിവാനി ഭായ് കൂടിയുണ്ട്. താങ്കളുടെ കാര്യങ്ങൾ അറിയാം സോണിയ മൽഹർ. താങ്കൾ വിശദമായി തന്നെ ആ പരാതി കൊടുത്തിട്ടുമുണ്ട്. മൊഴിയെടുക്കുമ്പോഴും താങ്കൾ ആ കാര്യം തന്നെ പറയുമെന്ന് താങ്കൾ രാവിലെയും പറഞ്ഞതാണ്. ഡോക്ടർ ശിവാനി ഭായ്, ഇപ്പോഴും ഈ പരാതി കൊടുത്തതിന് ശേഷവും ഈ വേട്ടക്കാർക്ക് സംരക്ഷണം ഒരുക്കുന്ന ആളുകൾ പറയുന്നത് ഈ പരാതിയല്ലേ ആയിട്ടുള്ളൂ, കേസെടുത്തിട്ടില്ലല്ലോ എന്നാണ്. അപ്പോൾ കേസെടുത്തവരുടെ കാര്യം ചോദിക്കുമ്പോൾ കുറ്റക്കാരായി കണ്ടെത്തിയിട്ടില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഇത് പക്ഷേ 18 പരാതികൾ എന്നുള്ളത് നിസ്സാര കാര്യമല്ലല്ലോ. ഇത്രയും ആളുകൾ ഒരേ സമയത്ത് തന്നെ പരാതി കൊടുക്കാൻ തയ്യാറായത് അതെങ്കിലും മാനിക്കേണ്ട ഈ സംഘടനകൾ. അമ്മയിലും ഫെഫ്കയിലും ഇപ്പോൾ ഉള്ളിൽ തമ്മിലടിയാണ് നടക്കുന്നത്, ഒളിച്ചോട്ടമാണ് നടക്കുന്നത്. ഡോക്ടർ ശിവാനി ഭായ്, ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരു സംഘടനയിലും അംഗമല്ല. അറിയാം. ഞാൻ ആ കുട്ടി പറഞ്ഞതുപോലെ തന്നെ എന്റെ പ്രശ്നങ്ങൾ ഞാൻ അന്ന് തന്നെ പരിഹരിച്ചത് കൊണ്ട് എനിക്കതിൽ ഇപ്പോ പരാതിയില്ല. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് ഒരു കുറച്ച് പെർസെന്റേജ്, അതായത് ഒരു 10% ആളുകൾ ചെയ്യുന്ന തെറ്റിന് എല്ലാവരെയും കുറ്റക്കാരാക്കിക്കൊണ്ട് എന്താ പറയാ പോസ്റ്റുകൾ വരുന്നു, ആളുകൾ സംസാരിക്കുന്നു, ചർച്ചയാവുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു എനിക്ക് നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി അതുമായി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എനിക്ക് നടന്ന ഒരു മോശം എക്സ്പീരിയൻസ് പറഞ്ഞേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ മോശം എക്സ്പീരിയൻസ് പറയേണ്ടി വന്നത്. എനിക്കുള്ളത് ഞാൻ എന്താ പറയാ ഒരു 5 പടോ 6 പടോ ആണെങ്കിലും അത് വലിയ ആർട്ടിസ്റ്റുകളുടെ പടത്തിന്റെ ഭാഗമായിരുന്നു ഞാൻ. അവിടുന്ന് എനിക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നിരുന്ന് പറഞ്ഞത് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന്. എന്നും കരുതി പ്രശ്നങ്ങൾ ഉണ്ടായ സ്ത്രീകളെ ഞാൻ ഒരിക്കലും അവർക്ക് എഗൻസ്റ്റ് ആയിട്ടോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ഉറപ്പായും അവർക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവർക്ക് നീതി കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സോണിയ മൽഹാറും അങ്ങനെ തന്നെയാണ്. അവർക്കും അങ്ങനെ വലിയ ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പക്ഷേ അത് പരാതി കൊടുക്കുമ്പോൾ അവർ അക്കാര്യവും പറയുന്നുണ്ട്. അവരും ഈ സിനിമാ മേഖലയിലെ മറ്റുള്ളവർക്ക് കൂടി നേരിട്ട പ്രശ്നങ്ങൾ അതുകൂടി അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇത് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നാണോ ഡോക്ടർ ശിവാനി ഭായ്? ഉറപ്പായും പല ഡിസ്കഷൻസും ഞാൻ കാണുന്നുണ്ട്. അപ്പോ പോസ്റ്റുകൾ കാണുന്നുണ്ട്, നിങ്ങളും കാണുന്നുണ്ടാവുമല്ലോ. അപ്പൊ മൊത്തത്തില് ഒരു ഇൻഡസ്ട്രിയെ മുഴുവനായും മോശമാക്കി കൊണ്ടുള്ള സംസാരം ആയതുകൊണ്ടാണ് പറഞ്ഞത്. കാര്യം ഇതില് ഭൂരിഭാഗം, ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു 90% മനസ്സും മനസാക്ഷിയുള്ള ആളുകളുണ്ട് ഇതിനകത്ത്. അപ്പൊ മൊത്തത്തിൽ പറയുമ്പോ എല്ലാവർക്കും കുടുംബമുണ്ട്, എല്ലാവർക്കും എന്താ പറയാ ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇവർക്കെല്ലാം പുറത്തിറങ്ങി നടക്കണ്ടേ? എന്റെ അച്ഛനോ അല്ലെങ്കിൽ എന്റെ അമ്മയോ ഒരു സിനിമാക്കാരനോ സിനിമാക്കാരിയോ ആണെന്ന് പറയുന്നതിന് നാളെ ഒരു കുഞ്ഞ് നാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്.
ശരി, ഇപ്പോൾ വിനു മോഹൻ അദ്ദേഹം അമ്മയിൽ നിന്ന് ഇന്നലെ അമ്മയുടെ ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചയാളാണ്. ഭരണസമിതി മുഴുവനായിട്ട് രാജിവെക്കുകയാണ് ഉണ്ടായത്. അതിൽ എതിർ അഭിപ്രായങ്ങളുണ്ട്, അതിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒളിച്ചോട്ടമാണ് അമ്മയിൽ നടന്നത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളുണ്ട്. വിനു മോഹനും ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടുണ്ട്. അദ്ദേഹം പൊതുവെ ഈ ഭരണസമിതി മുഴുവൻ പിരിച്ചുവിടുന്നതിന് എതിരായിരുന്നു. സ്വാഗതം ശ്രീ വിനു മോഹൻ. അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടതിൽ എതിർപ്പുണ്ടായിരുന്നു അല്ലേ താങ്കൾക്ക്? അവസാനം ഭൂരിപക്ഷത്തിന് കീഴ്പ്പെടേണ്ടി വന്നതുകൊണ്ടാണോ വിനു മോഹൻ താങ്കൾ പിന്നെ രാജിവെക്കുവാനുള്ള സന്നദ്ധത അറിയിച്ചത്? പരസ്യ പ്രതികരണത്തിന് പക്ഷേ ഇന്ന് തയ്യാറായത് എന്തുകൊണ്ടാണ്? അല്ല, തീർച്ചയായിട്ടും അഭിപ്രായ ഐക്യം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞത് തന്നെ ഇത് നമ്മൾ അതിനകത്തുള്ള രീതിയിലല്ലാതെ വേറെ രീതിയിൽ തരത്തിൽ ന്യൂസുകൾ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ഈ രീതിയിൽ പറയുന്നത്. കാരണം ഒരു സംഘടനയിൽ ഒരു കമ്മിറ്റി കൂടുമ്പോൾ ആ കമ്മിറ്റിയിൽ കൃത്യമായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഒരു അഭിപ്രായമായിരിക്കില്ല വേറൊരാൾക്ക്. 17 പേർക്കും 17 അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായത്തിൽ നമ്മൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുകയും ആ അഭിപ്രായങ്ങളിലൂടെ ഒരു അഭിപ്രായത്തിലേക്ക് നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതാണല്ലോ നമ്മളുടെ ചർച്ചകളും സംഘടന ഒരു മര്യാദയും അതാണല്ലോ. അപ്പം ആ തരത്തിലാണ് ഇത് പോയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഇതിനകത്ത് വേറെ രീതിയിൽ പിന്നെ നമ്മുടെ കൺസേൺസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പറയുന്ന കൺസേണും അത് ഒരേ ഒരു കൺസേൺ ഞാൻ ചോദിച്ച കാര്യങ്ങൾ നമ്മളുടെ അംഗങ്ങൾക്ക് ഉണ്ടാകുന്ന വെൽഫെയറും മറ്റു കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ്. ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് കൈനീട്ടം പോലത്തെ കാര്യങ്ങളുണ്ട്, ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളുണ്ട്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ കഴിയുക, അതിന് എന്തെങ്കിലും മുടക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു എൻ്റെ കൺസേൺ. അപ്പോൾ ആ കൺസേൺ ചോദിച്ചപ്പോൾ നമ്മൾ എല്ലാവരെയും ഫോണിലൂടെയും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മളൊരു ഓൺലൈൻ മീറ്റിംഗ് കൂടിയായിരുന്നു. ആ മീറ്റിങ്ങിൽ കൃത്യമായിട്ടുള്ളൊരു ചർച്ചകൾ, അതിനൊരു കൃത്യമായ ആൻസർ അല്ലെങ്കിൽ അതിനൊരു അഭിപ്രായം, ഒരു തീരുമാനം നമ്മളിലേക്ക് എത്തിയത് കൊണ്ടും അതൊന്നും മുടങ്ങില്ല, അതെല്ലാം കൃത്യമായി തന്നെ നടക്കും എന്നുള്ളൊരു ഉറപ്പും കാര്യങ്ങളും വന്നപ്പോഴാണ് നമ്മൾ ആ കൺസേണിനൊരു ഉത്തരം കിട്ടിയത്. അപ്പം അതിനുശേഷം നമ്മളുടെ മെജോറിറ്റി ആയിട്ടുള്ള ഒരു തീരുമാനത്തിൽ എല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനത്തിൽ നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. വിനു, അത് ഈ ആരോപണം നേരിടുന്നവരും പ്രതികളാകുന്നവരും മാറി നിൽക്കട്ടെ, ജനറൽ ബോഡി തെരഞ്ഞെടുത്ത മറ്റുള്ളവർ രാജിവെക്കുന്നത്, എല്ലാവരെയും ജനറൽ ബോഡിയാണല്ലോ ഇങ്ങനെയൊരു ചുമതല ഏൽപ്പിച്ചത് ഭാരവാഹികളായി. ഒളിച്ചോട്ടം എന്നൊരു ഫീൽ നൽകും ഈ ഒരു നിലപാട് താങ്കൾക്കുണ്ടല്ലോ. അതിപ്പോൾ ആരോപണ വിധേയരും അല്ലാത്തവരും ഒരുപോലെ ആയില്ലേ മുഴുവൻ പേരും രാജിവെച്ചതിലൂടെ? അല്ല, നമ്മളിപ്പോൾ ഈ ഒരു രാജി എന്തായിരുന്നു, ഇപ്പോൾ ആദ്യം ഇത് ഈ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയെക്കുറിച്ച് ചർച്ച വരുമ്പോൾ നമ്മളെല്ലാവരും ആദ്യം ചോദിച്ചിരുന്നു. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ഒരു സംഘടനയ്ക്കകത്ത് സംസാരിക്കുന്ന കാര്യങ്ങളാണല്ലോ, അത് നമ്മൾ സംസാരിക്കുകയും കാരണം ഒരു സംഘടനയുടെ അമ്മ അസോസിയേഷൻ അമ്മ സംഘടനയുടെ ഒരു സുപ്രീം പവർ, അതിൻ്റെ ഒരു പരമോന്നത അധികാരം എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ബോഡിക്കാണ്. അപ്പം കൃത്യമായിട്ടും ഇങ്ങനൊരു രീതിയിൽ പോവുകയും നമ്മുടെ ജനറൽ ബോഡി ഒരു 2 മാസം, കാരണം അതിൻ്റെ പ്രൊസീജിയറൊക്കെ നമ്മളിപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ തരത്തിൽ അതിലേക്ക് എത്തുകയും ജനറൽ ബോഡിയിൽ ഇത് ചർച്ച ചെയ്യുകയും ജനറൽ ബോഡിയുടെ തീരുമാനമാണ് ഈ സംഘടനയുടെ പരമോന്നതമായ ഒരു തീരുമാനം. അപ്പം ആ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ആ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ജനറൽ ബോഡി എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തുകയും അതിൽ ജനറൽ ബോഡിയുടെ തീരുമാനം എന്താണ്, അതിൽ അവരെന്താണ് തീരുമാനിക്കുന്നത്, ആരൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതിൻ്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിട്ടുള്ളതും നമ്മളെല്ലാവരും അതിൻ്റെ ഒപ്പം തന്നെയാണുള്ളത്. അതായത് സംഘടനാ മര്യാദ പാലിച്ചു എന്ന് മാത്രം അല്ലേ? വോട്ടെടുപ്പിലൂടെ തീർച്ചയായിട്ടും അല്ലേ, വോട്ടെടുപ്പിലൂടെ വന്ന താങ്കൾ ഉൾപ്പെടെയുള്ളവർ ജനറൽ ബോഡിയോട് ആൻസറബിൾ ആണ്. മോഹൻലാലിനെ പോലെയുള്ള മുതിർന്ന അംഗങ്ങൾക്ക് അങ്ങനെ ഒരു കൺസേൺ പോലും ഇല്ലായിരുന്നുവെന്നാണോ? കൈനീട്ടം പോലെയുള്ള കാര്യങ്ങൾ അഡ്ഹോക് കമ്മിറ്റി നടത്തും എന്ന ഉറപ്പ് മാത്രം മതിയോ താങ്കൾക്ക്? അമ്മ എന്ന സംഘടന നിലനിൽക്കുന്നുണ്ട്, ഒളിച്ചോടിയില്ല എന്നതല്ലേ പ്രധാനം? അതല്ലേ ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത്? അതല്ലേ പ്രധാനമായിട്ടും ആൻസറബിൾ ആയിട്ടുള്ള കാര്യം? അല്ല, ഒരു സംഘടനാ മര്യാദ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു മെജോറിറ്റി തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇത് നമ്മൾ ജനറൽ ബോഡിയിലേക്ക് വരികയും ജനറൽ ബോഡി തിരഞ്ഞെടുത്ത ഒരു വോട്ടിങ്ങിലൂടെ നമ്മളിതിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അവരോട് പറയേണ്ട കാര്യങ്ങളുണ്ട്, അവരോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അതായിരുന്നു എൻ്റെ ഒരു കൺസേൺ. അങ്ങനെ വരുന്ന ഒരാൾക്ക് ഞാൻ ഈ ഒരു എൻ്റെ കൺസേൺ പറഞ്ഞതും അത് എതിരഭിപ്രായമല്ല, അതൊരു കൺസേൺ ആയിരുന്നു, എൻ്റെ ഒരു ആശങ്കകളായിരുന്നു. അതെനിക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ കിട്ടി. ആ
ആശങ്കകൾ എന്ന് പറയുന്നതാണ് ഈ തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന കൈനീട്ടങ്ങളും മറ്റ് കൈനീട്ടം കൊടുക്കുന്നത്, കാരണം ഒരുപാട് കുടുംബങ്ങൾ, നമ്മുടെ അസോസിയേഷനിൽ 506 പേരോളം അംഗങ്ങളാണ്. ഇതിൽ കുറേയധികം ആൾക്കാർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ്, ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പം ഇവർക്കൊക്കെ നമ്മൾ ഈ തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, ഒരു വെൽഫെയർ കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആവശ്യം. അത് ആ ഒരു ആശങ്കയും അതായിരുന്നു, അതിനെന്താണ് വഴി എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായി നടക്കും, അതിനുള്ള കൃത്യമായ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും ഇതിൻ്റെ അടുത്തൊരു ജനറൽ ബോഡി വരെയുള്ള കാര്യങ്ങൾക്ക് നമ്മളെല്ലാവരും ഇതിൻ്റെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഓഫീസിലും കാര്യങ്ങളിലും എല്ലാം ആക്റ്റീവായിട്ട് തന്നെ ഉണ്ട്. അതൊന്നും ആരും മാറി നിൽക്കുന്നില്ല. പിന്നെ അതൊരു ജനറൽ ബോഡിയിലേക്ക് എത്തട്ടെ, ജനറൽ ബോഡിയാണ് അതിൻ്റെ ഒരു തീരുമാനം. കാരണം ഇങ്ങനൊരു ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് കൃത്യമായി ജനറൽ ബോഡിയുടെ തീരുമാനത്തിലേക്ക് വിട്ടു. നമുക്ക് അതാണ് നമ്മളുടെ ഒരു സംഘടനയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു തീരുമാനം ജനറൽ ബോഡിയിൽ നിന്നാണ് വരേണ്ടത്. ആ ജനറൽ ബോഡിയുടെ തീരുമാനത്തിലേക്കാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ വിനു, ഈ പ്രതികളായ ആളുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആവശ്യം അമ്മയ്ക്കില്ലല്ലോ. അതിനാൽ അമ്മയുടെ സംരക്ഷണം ഇല്ലാതെ അവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ തെളിയിക്കട്ടെ, അങ്ങനെയല്ലേ അമ്മ നിലപാടെടുക്കേണ്ടത്. അങ്ങനെ പറയാനും തീരുമാനമെടുക്കാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഭരണസമിതി മുഴുവൻ രാജിവെക്കട്ടെ എന്ന് തീരുമാനിച്ചത്. എതിർപ്പുണ്ടായിരുന്ന താങ്കളെ പോലെയുള്ളവരെ ഒന്നിനും തടസ്സമുണ്ടാകില്ലെന്ന മറുപടി നൽകി എതിർപ്പില്ലാതാക്കി. അതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അല്ല, തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇപ്പം ആരോപണ വിധേയനാണ്, നമുക്ക് ഇതിൽ പ്രതി ആക്കപ്പെടുകയും അത് കുറ്റം ചെയ്തവരാണ് എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയും നമ്മുടെ നിയമവ്യവസ്ഥിതികളുമാണ്. അത് തീർച്ചയായിട്ടും ആ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വരണം. കാരണം ആ സത്യം പുറത്തു വരിക തന്നെ വേണം. ഇപ്പം ഏതൊരാളെയും പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. ഇപ്പം ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്, അതിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ അത് ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് നമ്മൾ തിരിച്ചറിയപ്പെടുകയും അത് സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും വേണം. അതിന് നമുക്ക് നിയമ സംവിധാനങ്ങളുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും ഈ നമ്മളുടെ കോടതിയിലൂടെ അത് കൃത്യമായി തന്നെ അതിൻ്റെ സത്യങ്ങൾ പുറത്തു വരണം. കാരണം ഇതൊരു ഇൻഡസ്ട്രിയാണ്, ഇതല്ലേ. നമ്മളിപ്പം അമ്മ അസോസിയേഷൻ എന്ന് പറയുന്ന ആക്ടേഴ്സിൻ്റെ ഒരുപാട് പേര് അടങ്ങുന്ന സംഘടനയാണ്. ഇതിൽ ഒരുപാട് പലർക്കും ആശങ്കകളുണ്ടാവും, എങ്ങനെയൊക്കെയാണ് നമ്മളുടെ സംഘടന മുന്നോട്ട് പോകുക. 30 വർഷത്തോളമായി സംഘടന. അതേപോലെ തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പല സംഘടനകൾ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന ആക്ടേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും ഈ തരത്തിൽ ഇവർ മാത്രമല്ല ഒരു സിനിമയിൽ ഏറ്റവും ഒരു ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്നവർ മുതൽ അവരുടെ കുടുംബം ഈ ഒരു വരുമാനത്തിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് കുട്ടികളും കാര്യങ്ങളും കുടുംബവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ തരത്തിൽ ഒരുപാട് പേർ ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ് സിനിമ മേഖല എന്ന് പറയുന്നത്. അപ്പം അവർക്കെല്ലാവർക്കും ഈ പറയുന്ന ഒരിക്കലും ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കാതെ ഇത് കൃത്യമായി എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും വേണം ഈ മേഖലയിൽ. പക്ഷെ അത് അപ്പോഴും ഈ കുറ്റാരോപിതരും അതുപോലെ തന്നെ പ്രതികളും അമ്മയിലുണ്ട്. അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കാനേ ഉപകരിക്കും. പ്രതികളാവുന്നവരല്ല, നമ്മൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ കുറ്റം ചെയ്യാത്തവർ ക്രൂശിക്കപ്പെടാനും പാടില്ല. എനിക്ക് ആ ഒരു എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു അഭിപ്രായം അതാണ്. കാരണം പ്രതികളാണെങ്കിൽ അവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഒരു കോടതിയും അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതികളും കൃത്യമായി തെളിയിക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും അതിന് നടപടി വേണം. അത് നടപടി ഇല്ലാതിരിക്കേണ്ട ആവശ്യമില്ല, അതിന് തീർച്ചയായിട്ടും വേണം. അതേപോലെ തന്നെയാണ് നമ്മൾ കുറ്റം ചെയ്യാതെ അവർ അങ്ങനെയുള്ളവർ ക്രൂശിക്കപ്പെടാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഈ 2 വെർഷനുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്, കുട്ടിക്കാലം മുതലേ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പം ഈ തരത്തിലുള്ള കാര്യങ്ങൾ വരികയും അത് തെളിയിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ സത്യങ്ങൾ പുറത്തു വരിക. അത് തീർച്ചയായിട്ടും വരണം. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും ആ റിപ്പോർട്ടിന്മേൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ കൃത്യമായി അന്വേഷിക്കുകയും അതിൽ സത്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത് ഒരു നിയമവ്യവസ്ഥിതി നമുക്കുണ്ട്. ആ നിയമവ്യവസ്ഥയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അത് പുറത്തു വരും. കാരണം എല്ലാവരും സുഹൃത്തുക്കളായിട്ടുള്ളവരാണ്. എല്ലാവരെയും പലപ്പോഴും നമ്മൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരും പല രീതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവരൊക്കെയാണ്. അപ്പം ഈ തരത്തിലൊരു അവസ്ഥ വരുമ്പോൾ അത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു നമ്മുടെ സഹപ്രവർത്തകർക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ഇതിൽ ബാധിക്കപ്പെട്ടവരായിട്ടുള്ളവർ, ഇത് ഇരകളാക്കപ്പെട്ടവർക്ക് പോലും ആ സമയത്തുണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും. അത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അവരുടെ കൂടെയും നമ്മൾ വേണം. അവർക്ക് നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ സത്യങ്ങൾ പുറത്തു വരിക എന്നുള്ളതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നീതി. അത് കൃത്യമായി അതിനെതിരെ നടപടികൾ ഉണ്ടാവുകയും വേണം. അത് അതേപോലെ തന്നെയാണ് അപ്പുറത്തും. കാരണം കുറ്റം ചെയ്യാതെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് ഈ ആരോപണങ്ങൾ അവരുടെ അവർക്കുണ്ടാകുന്ന മുറിവുകൾ വളരെ വലുതാണ്. അപ്പം ഇത് രണ്ടും, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരണം. അതിലെനിക്ക് നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്. തീർച്ചയായും പുറത്തു വരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.
ഈ വിനുമോഹൻ രാജ് കൊടുത്തിരുന്നു അതോ എതിർപ്പ് അറിയിച്ച് നമ്മളത് കൂട്ടായ തീരുമാനമാണല്ലോ. നമ്മുടെ ആ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ എല്ലാവരും ചർച്ച ചെയ്ത് നമ്മുടെ കൺസേണുകൾ പറയുകയും ആ കൺസേണുകൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിനുള്ള കൃത്യമായ മറുപടികൾ കിട്ടുകയും എല്ലാവരും ആ ഒരു ചർച്ചകളാണ്. ഇപ്പോൾ 17 പേർക്കും 17 അഭിപ്രായങ്ങൾ വരും. ആ അഭിപ്രായങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി അവരുടെ ആകുലതകൾ ഒരുമിച്ച് കൂട്ടി അതെല്ലാം കൃത്യമായി ചർച്ച ചെയ്ത് അതിന്റെ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് ഇതിന്റെ വിനുമോഹൻ. ശ്രീ രാഹുൽ ഈശ്വർ, ഇന്നത്തെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 18 പരാതികൾ എത്തി. താങ്കൾ ആദ്യത്തെ ദിവസം പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ വെറും വെളിപ്പെടുത്തലുകൾ മാത്രമാണ്, പരാതിയില്ലല്ലോ എന്ന്. ഇപ്പോൾ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കേസ് പോലും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങളല്ല എന്ന് വ്യക്തമാണല്ലോ. നേരത്തെ സോണിയ മൽഹാർ തത്സമയം പ്രൈം ഡിബേറ്റിൽ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഞങ്ങൾ ധൈര്യത്തോടെ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് പോലീസിന് മുന്നിൽ എന്നാണ്. വെറുതെ പറയുന്ന കാര്യങ്ങളായിട്ട് നമുക്കിപ്പോൾ കണക്കാക്കാൻ കഴിയില്ലല്ലോ ഇതൊന്നും. ഇവർ ഇത്രയും കാര്യങ്ങൾ പറയാൻ ഒരു വേദിയില്ലായിരുന്നു, അതുകൊണ്ട് മാറി നിന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് ധൈര്യം വന്നിരിക്കുകയാണ്. ശ്രീ രാഹുൽ. അല്ല ശ്രീ മഞ്ജുഷ്, ആദ്യം തന്നെ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ ജോസ് തോമസ് സാറ് അല്ലെങ്കിൽ ശ്രീ വിനു അല്ലെങ്കിൽ ശ്രീമതി ശിവാനി അടക്കം എത്ര സെൻസിറ്റീവ് ആയിട്ടാണ് അവർ ഈ കാര്യങ്ങളെ സമീപിച്ചത്, അതിന് എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാകില്ല. അതായത് ഈ ഇരുവശത്തും സത്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കുകയും അതിനോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. കയ്യടിക്ക് വേണ്ടി ഞങ്ങൾ സ്ത്രീപക്ഷം മാത്രമാണ് എന്ന് പറഞ്ഞ് കയ്യടിക്ക് വേണ്ടി ശ്രമിക്കുകയല്ല. ഒരുപാട് ജെനുവിൻ പരാതികളുണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ വ്യാജ പരാതികളുണ്ടെങ്കിൽ അതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് വേണം. ശ്രീ പൃഥ്വിരാജിന്റെ നിലപാടും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? വ്യാജ പരാതി ഉണ്ടെങ്കിൽ അത് കൊടുത്തവരും അനുഭവിക്കണം എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. കടത്തിക്കൂടെ പറയുകയുണ്ടായി, അത് കൊടുത്തവരും കൂടി അനുഭവിക്കണം. ഇത് മാത്രമേ ആൾക്കാർ പറയുന്നുള്ളൂ. ഒരു സെൻസ് ഓഫ് ബാലൻസ് വേണം. ശ്രീ മഞ്ജുഷും ഞാനൊക്കെ എത്രയോ ദിവസമായി തർക്കിക്കുന്നു. ആദ്യ ദിവസം പരാതി ഇല്ല എന്ന കേസെടുക്കണമെന്നായിരുന്നു പലരുടെയും നിലപാട്. പരാതികൾ ഉണ്ടാകണം, യാതൊരു സംശയവുമില്ല. ഇനി പരാതി മാത്രം മതിയോ? ശ്രീ സിദ്ദിഖ് കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രീ സിദ്ദിഖ് പോലീസിലും പരാതി കൊടുത്തിട്ടുണ്ട്, കോടതിയിലേക്ക് സമീപിച്ചിട്ടുണ്ട്. ശ്രീ രഞ്ജിത്ത് നിയമ നടപടിയായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയണം. ഇതിന്റെ സത്യം അല്ലെങ്കിൽ വ്യാജ പരാതി കൊടുത്തവർക്കെതിരെ നടപടിയും വേണം. ഇത്ര മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. കാര്യം ഇവരുടെ എല്ലാം സിനിമയൊക്കെ ബാധിക്കുന്ന വിഷയമാണ്. ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല വർഷമായിരുന്നു ഈ വർഷം. 1000 കോടിയിലധികം കളക്ട് ചെയ്തു. നമ്മുടെ സഹോദര സിനിമകളായ തമിഴും തെലുങ്കും കന്നഡയും ഹിന്ദിയും ഒക്കെ സ്ട്രഗിൾ ചെയ്തപ്പോൾ മലയാള സിനിമ ബൂമിംഗ് ആയിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങളും വിവാദങ്ങളും ഒക്കെ സംഭവിച്ചു. ഇനിയും ഇന്ത്യൻ ക്രിക്കറ്റ് രംഗം ഈ വാതുവെപ്പ് വിവാദത്തിൽ ആടിയുലഞ്ഞ് തിരിച്ചു വന്നതുപോലെ, ശക്തമായി തിരിച്ചു വന്നതുപോലെ നമ്മുടെ മലയാള സിനിമ ഈ വർഷവും അടുത്ത വർഷവും അതിശക്തമായ കംബാക്ക് നടത്തണം, തിരിച്ചുവരവ് നടത്തണം. മലയാള സിനിമ കംബാക്ക് നടത്തണോ, മലയാള സിനിമയ്ക്ക് കളക്ഷൻ റെക്കോർഡ് ഉണ്ടാകണോ എന്നതല്ല വിഷയം. ഇവിടെ മലയാള സിനിമയിൽ ഈ സ്ത്രീകൾ സ്ട്രഗിൾ ചെയ്ത ഈ വിഷയമുണ്ടല്ലോ, അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. വിഷയം നേരത്തെ മഞ്ജുഷ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതൊക്കെ വെറും വെളിപ്പെടുത്തലല്ലേ? ഇതൊന്നും വെളിപ്പെടുത്തലല്ല, ഇതൊക്കെ ആരോപണമാണ്. ലീഗൽ ഭാഷയിൽ ഇത് റെവലേഷൻസ് ഞാനല്ലോ ചോദിച്ചത്, നിങ്ങളെ പോലുള്ളവർ ചോദിച്ചത് ഇത് വെളിപ്പെടുത്തലും ആരോപണങ്ങളുമാണ് എന്ന് ചോദിച്ചു. പരാതിയില്ലേ എന്ന് ചോദിച്ചു. പരാതി വന്നു, കേസ് വരുന്നു, അതിൽ തന്നെ ഗുരുതരമായ കേസുകൾ വരുന്നു. അവിടെയാണ് മഞ്ജുഷ് ഒരു കാര്യം കേൾക്കണം. ഇതൊന്നും വെളിപ്പെടുത്തലല്ല, വെറും പെടുത്തലാണ്. ഇതൊന്നും വെളിപ്പെടുത്തലല്ല, വെറും പെടുത്തലാണ്. ആരെങ്കിലും ഒക്കെ കേസിൽ പെടുത്താനുള്ള ചിലരുടെ തന്ത്രങ്ങൾ. അതുകൊണ്ട് ഇതിനെ അലിഗേഷൻസ് ആയിട്ട് എടുക്കണം. ആ അലിഗേഷൻസ് ശരിയാകാം, തെറ്റാകാം. ശരിയാണെങ്കിൽ പോലീസ് കേസ്. താങ്കൾ എല്ലാം പെടുത്തലുകളാണെന്നാണ് പറയുന്നത്. ശിവാനി അതിനോട് യോജിക്കുന്നുണ്ടോ? പെടുത്തലുകളാണ് എന്നാണ് രാഹുൽ പറയുന്നത്. ചിലതൊക്കെ അല്ല, താങ്കൾ ചിലതൊക്കെ എന്നല്ല, വെളിപ്പെടുത്തലല്ല, പെടുത്തലുകൾ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും താങ്കൾ ആ രീതിയിലാണ് കാണുന്നത്. അല്ല, ചിലത് ജെനുവിനായിരിക്കാം. 100% എന്താ പറയാ, ഈ പറഞ്ഞതെല്ലാം ജെന്യൂൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെന്ന്. കുറച്ച് പേര് ഫേക്ക് ആയിട്ടുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തന്നെയാണ് കാര്യം. ഇന്നൊന്ന് പറയുന്നു, നാളെ വേറൊന്ന് പറയുന്നു, മറ്റന്നാൾ വേറൊന്ന് പറയുന്നു. ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ നമ്മളിത് എന്താ പറയാ, ഇതിനൊരു വിധി വരട്ടെ. വിധി വന്നതിന് ശേഷം അവരെ കുറ്റക്കാരാക്കാം. ഇപ്പൊ അവര് കുറ്റാരോപിതൻ മാത്രമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. അവിടെയാണ് ജോസ് തോമസ് സാർ പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യം. എനിക്കെതിരെ അല്ലെങ്കിൽ ആർക്കെതിരെങ്കിലും ഒരു ആരോപണം വന്നു, അതിന്റെ പേര് ഞാൻ രാജിവെക്കുകയോ ബാക്കി കാര്യങ്ങളോ ചെയ്താൽ എന്റെ എത്ര വർഷങ്ങളാണ് നഷ്ടപ്പെടുന്നത്? അപ്പൊ ഒരു പരാതി വന്നതുകൊണ്ട് ഒരാൾ മോശക്കാരനാവൂ? അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാർ മോശക്കാരനല്ലേ? ഉമ്മൻചാണ്ടി സാറിനെ എത്ര വർഷം വേട്ടയാടി? നമുക്ക് എല്ലാം അറിയാമായിരുന്നു വ്യാജ പരാതിയാണെന്ന്. എന്നിട്ടും ആ പാവം മനുഷ്യനെ, അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും മകനെയും ഒക്കെ എത്ര വർഷം വേട്ടയാടി? ആ വേട്ടയാടലിനെയും ബാക്കിയുള്ളവർക്ക് കൂടെ കൊടുക്കണോ? അവിടെയാണ് ചാണ്ടി സാർ ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് പറയുമായിരുന്നു, എന്നെ വേട്ടയാടിയ പോലെ ആരെയും വേട്ടയാടരുത്, അതുകൊണ്ട് നമുക്ക് ഇതിനെ ആരോപണങ്ങളായി കാണണം. ഇതാണ് ശ്രീ സുരേഷ് ഗോപി പറയുന്നത്, ഇതാണ് ശ്രീ മുകേഷ് പറയുന്നത്. ഈ മര്യാദ നമ്മൾ കാണിക്കണം. കാര്യം ഇവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ പരിചയക്കാരോ നമ്മുടെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ഒക്കെ അല്ലേ? ഇവരെ എല്ലാം
കരിവാരി തേച്ച് അടച്ചാക്ഷേപിച്ച് കാക്കക്കൂട്ടിൽ കല്ലെറിയുന്ന പോലെ മോശമാക്കിയിട്ട് ഞങ്ങൾ പുണ്യാളരാണ്, ഞങ്ങൾ ഭയങ്കര പുരോഗമനവാദികളും പുണ്യാളന്മാരുമാണ്, ബാക്കിയുള്ളവർ മോശക്കാരാണെന്നും ചിത്രീകരിക്കരുത്. അവിടെയാണ് ഒരു സെൻസ് ഓഫ് ബാലൻസ്, ഒരു സന്തുലനം ഉണ്ടാകണം. ആ സന്തുലനത്തിലാണ് പോകേണ്ടത്. പൃഥ്വിരാജ് അടക്കം ആ സന്തുലനം പാലിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പൃഥ്വിരാജ് അടക്കം വളരെ ശക്തമായിട്ട് ആ സന്തുലനം പാലിച്ചു. അത് മാധ്യമങ്ങളും കൂടെ പാലിക്കണമെന്നുള്ളതാണ്. പൃഥ്വിരാജ് ആ സന്തുലനത്തിന്റെ കാര്യം താങ്കൾ പൃഥ്വിരാജിന്റെ മേലേക്ക് പറയരുത്. പൃഥ്വിരാജ് ഈ ആരോപണ വിധേയരായവർ മാറി നിൽക്കണമെന്ന് പോലും പറഞ്ഞയാളാണ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ അമ്മയിൽ ഒരു ശുദ്ധീകരണം ഉണ്ടായത്. താങ്കൾ അതിനെ ട്വിസ്റ്റ് ചെയ്യേണ്ട രാഹുൽ. ആരോപണ വിധേയരായവർ മാറി നിൽക്കണമെന്നാണ് താങ്കളുടെ പോയിന്റ് എന്ന് പറയുന്നത്. അല്ല, ആരോപണ വിധേയരായവർ അല്ല കുറ്റക്കാരാണോ എന്ന് കാണട്ടെ എന്നിട്ട് മാറി നിൽക്കാമെന്ന്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് രാഹുൽ. ഈ ആരോപണ വിധേയരായ ആളുകൾ ഇരിക്കുന്നത് വലിയ പദവികളിലാണ്. ഉദാഹരണത്തിന് മുകേഷ്, അദ്ദേഹം MLA ആണ്. അപ്പോൾ അദ്ദേഹത്തിന് സർക്കാരിന്റെ പിന്തുണയുണ്ട്, അദ്ദേഹത്തിന് ഒരു വലിയ പാർട്ടിയുടെ പിന്തുണയുണ്ട്. അപ്പോൾ അദ്ദേഹം അതേ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അതേ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് നേരിടാൻ കഴിയും. താങ്കൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് വളരെ ഭംഗിയായിട്ട് നേരിടാൻ കഴിയും. മാറി നിൽക്കും. ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ അദ്ദേഹം മാറി നിന്നു. ശ്രീ രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ വന്നിട്ട് അദ്ദേഹം മാറി നിന്നു. മാറി നിന്ന് തന്നെ നേരിടണമെന്നാണ് രാഹുൽ. അല്ല, താങ്കൾ പറഞ്ഞ പോലെ അല്ല, ഇവരെല്ലാം അധികാരം ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകളാണ്. കേസുണ്ടെന്ന് പറയട്ടെ, ഒരു വരിയിൽ പറഞ്ഞു നിർത്താം. അധികാരം ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകൾ തന്നെയാണ്. സർ, കോടതി പ്രഥമ ദൃഷ്ടിയെങ്കിലും ഒരു കേസുണ്ടെന്ന് പറയട്ടെ. ശ്രീ രഞ്ജൻ ഗൊഗോയ് എന്ന ചീഫ് ജസ്റ്റിസ് ഒരു വരിയും ഞാൻ നിർത്താം. അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? എന്റെ ജീവിതത്തിലെ എന്റെ ഏക സമ്പാദ്യം എന്റെ അന്തസ്സാണ്. ഞാൻ ഇത്രയും കാലം ഞാൻ ഒരു മിഡിൽ ക്ലാസ്സുകാരനാണ്. എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ സമ്പാദിച്ചത് എന്റെ ബഹുമാനവും അന്തസ്സും മാത്രമാണ്. എന്റെ കുടുംബത്തിന്റെയും എന്റെയും ബഹുമാനം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ടോപ്പ് വരുന്ന ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. ഇതേ മാന്യതയും ബഹുമാനവും നമ്മുടെ സിനിമാ രംഗത്തുള്ളവർക്കില്ലേ? ശ്രീ സിദ്ദിഖിനില്ലേ? ശ്രീ രഞ്ജിത്തിനില്ലേ? അല്ലെങ്കിൽ ശ്രീ ബാബുരാജിനില്ലേ? അതുകൊണ്ട് കോടതി പ്രഥമ ദൃഷ്ടിയെങ്കിലും കുറ്റക്കാരനാണെന്ന് പറയുന്നത് വിളിക്കരുത്. രാഹുൽ എല്ലാവരുടെയും പേരുകൾ പറയുകയാണ്. ഈ പറയുന്ന ആർക്കൊക്കെതിരെയാണോ ആരോപണങ്ങൾ വന്നത് അവരെല്ലാം അവരെ ഒന്നും ഇപ്പോൾ നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകൾ പരാതിയുമായിട്ട് വരാനും മടിക്കില്ലേ ശിവാനി? ഇപ്പോൾ താങ്കൾക്ക് ഒരു പരാതി, വ്യക്തിപരമായ രീതിയിൽ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നോ സിനിമാ മേഖലയിൽ ഈ അഭിനയിക്കാൻ ചെന്നപ്പോൾ? എനിക്ക് ആകെ ഒരു ഇൻസിഡന്റേ ഉണ്ടായിട്ടുള്ളൂ. അത് അന്ന് തന്നെ എനിക്ക് തോന്നുന്നത് പിറ്റേന്ന് തന്നെ ഡയറക്ടറെടുത്തും പ്രൊഡ്യൂസറെടുത്തും ഒക്കെ പറഞ്ഞപ്പോൾ അത് സോൾവ് ചെയ്ത് തന്നതാണ്. സോ എനിക്ക് പിന്നെ എനിക്ക് ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഉണ്ടായ സമയത്ത് എനിക്ക് ലാൽ സാർ ഉണ്ടായിരുന്നു. ഞാനൊരു സെറ്റിൽ ചെന്നപ്പോഴത്തേക്കും എന്നെ അവിടെ നിന്ന് അഭിനയിപ്പിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഭിനയിപ്പിക്കരുതെന്ന്. പക്ഷെ 3 ദിവസം ഞാൻ റൂമിലിരുന്നു. 3-ാമത്തെ ദിവസമാണ് ലാൽ സാർ അറിയുന്നത് ഇങ്ങനെ ഒരു പെൺകുട്ടി അവിടെ വെയിറ്റിംഗ്, ഇതേ കണക്ക് ഷൂട്ട് ഉണ്ടെന്ന് കരുതി 3 ദിവസം വെയിറ്റ് ചെയ്യാണെന്ന്. ലാൽ സാർ അപ്പം തന്നെ പറഞ്ഞു, എന്താ പറയാ, ഒരു പെൺകുഞ്ഞിനെയും വിഷമിപ്പിക്കരുത്, ആരെയും ഇൻസൾട്ട് ചെയ്യരുത്, അവൾ അഭിനയിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. അവൾക്ക് കൊടുക്കുന്ന ഒരു പൈസക്ക് അവൾക്ക് എന്താ പറയാ കൊടുക്കാന്ന് പറഞ്ഞ ഒരു പൈസക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും മൈൻഡിൽ. എന്താ പറയാ റെന്റ് അടയ്ക്കാം, അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാം, അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാം, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ആയിട്ടായിരിക്കും ആ കുട്ടി അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പെൺകുഞ്ഞിനെ വിഷമിപ്പിച്ച് നമ്മുടെ സെറ്റിൽ നിന്ന് പറഞ്ഞയക്കാൻ പാടില്ല എന്ന് ലാൽ സാർ പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചത്. ഇല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം ഞാൻ തിരിച്ചു പോയേനെ. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഡോക്ടർ ശിവാനി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അനുഭവിക്കുന്ന വിഷമങ്ങൾ പലരും തുറന്നു പറഞ്ഞതാണ് കമ്മിറ്റി മുൻപാകെ. അതിൽ അവരുടെ പ്രതിഫലത്തിന്റെ കാര്യമുണ്ട്, അവരെ ഇങ്ങനെ ഈ ഷോട്ട് എടുക്കാതെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, അവരെ ഈ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഹേമ കമ്മിറ്റിയുടെ സ്റ്റഡി റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവർക്ക് പറയുവാൻ ഒരു വേദി കിട്ടിയുണ്ട്. താങ്കൾക്ക് അങ്ങനെ ഒരു വിഷയം, താങ്കളെ അവിടെ അഭിനയിപ്പിക്കാതിരുന്നതിൽ ഒരാളോട് പറയുവാൻ അവസരം കിട്ടുകയും അദ്ദേഹം അതിൽ ഇടപെടുകയും ചെയ്തതുകൊണ്ട് അത് പരിഹരിക്കപ്പെട്ടു. പക്ഷെ അങ്ങനെ പരിഹരിക്കപ്പെടാത്ത ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഞാൻ ഒരാളോട് പരാതി പറഞ്ഞിട്ടല്ല, ഞാൻ അറിഞ്ഞത് പോലുമില്ല ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നു. ആദ്യത്തെ ദിവസം ആർട്ടിസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു, 2-ാമത്തെ ദിവസം വേറെന്തോ കാരണം പറഞ്ഞു. അങ്ങനെ 3 ദിവസം പോയി. 4-ാമത്തെ ദിവസം ഷൂട്ട് ഉണ്ട് വരുമെന്ന് പറഞ്ഞ് അഭിനയിച്ചതിന് ശേഷം കാഷ്വൽ ആയിട്ട് ഞാൻ നടന്നു പോയപ്പോഴത്തേക്കും അതിന്റെ പ്രൊഡ്യൂസർ ആനിച്ചേട്ടൻ അദ്ദേഹം വരികയായിരുന്നു. അപ്പൊ അദ്ദേഹം വെറുതെ ചോദിച്ചാണ്, എന്തേലും നീയും ഈ ആർട്ടിസ്റ്റും തമ്മിൽ ഇഷ്യൂ ഉണ്ടോ, അയാൾ അഭിനയിപ്പിക്കണമെന്ന് പറയുന്നല്ലോ, എന്താണ് വിഷയം എന്ന് ചോദിച്ചു. ഞാൻ ശരിക്കും ഓർക്കുന്നില്ലായിരുന്നു, എന്താണ് വിഷയം എന്ന് പോലും ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ രണ്ടുപേര് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു, സ്വാഭാവികമായിട്ടും അയാൾക്ക് ഉള്ളിൽ ഒരു വിഷമം ഉണ്ടായിരിക്കും. ഇനി അയാളെ ഫേസ് ചെയ്യണ്ട എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരിക്കും. ഇനി അയാളെ ഫേസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് എന്റെ പടത്തിലോ അല്ലെങ്കിൽ വേറെ ആളുടെ പടത്തിലോ അഭിനയിപ്പിക്കണ്ട എന്നൊക്കെ ചിന്തിക്കത്തില്ലേ? മനുഷ്യരാകുമ്പോൾ വൈരാഗ്യം ദേഷ്യമൊക്കെ ഉണ്ടാവത്തില്ലേ?
അതുപോലെ സംഭവിച്ചതാവാം. പക്ഷെ എന്നാണോ ലാൽ സാർ ഇത് അറിയുന്നത് അന്ന് തന്നെ എനിക്ക് അതിനുള്ള പരിഹാരം കിട്ടി. എന്നെ അഭിനയിപ്പിച്ചു. ഇത് അനുചേട്ടൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. ഞാൻ ചോദിച്ചു എന്തിനാണ് എന്നെ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോ അനുചേട്ടൻ പറഞ്ഞാണ് അത് ലാൽ സാർ പറഞ്ഞു ഒരു പെൺകുഞ്ഞിനെ വിഷമിപ്പിക്കാൻ പാടില്ല, നമ്മളെ വിശ്വസിച്ചു നമ്മുടെ സെറ്റിലേക്ക് വന്ന കുട്ടിയാണ് അവൾ, അതുകൊണ്ട് അവളെ അഭിനയിപ്പിച്ചിട്ട് വിട്ടാ മതി. ശരി, അപ്പൊ എല്ലാരും കുറ്റക്കാരൊന്നുമല്ല. ശരി, നന്ദി ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ശിവാനി ഭായ്, അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ജോസ് തോമസ്, ആഷിഖ് അബു, സോണിയ മൽഹാർ എന്നിവർക്ക്, വിനു മോഹൻ, ഇവർക്കും നന്ദി. എന്തായാലും ഇപ്പോൾ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കേസ് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റ് പരാതിക്കാരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നത്. വരും ദിവസങ്ങളിലും മൊഴിയെടുക്കൽ തുടരും. 18 പരാതികൾ ഇതിനകം അന്വേഷണ സംഘത്തിന് മുൻപാകെ കിട്ടിയിട്ടുമുണ്ട്. 4 മുതിർന്ന വനിതാ പോലീസ് ഓഫീസർമാരാണ് ഈ പരാതികൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ മൊഴികൾ രേഖപ്പെടുത്തലായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക. പരാതികൾ ഇമെയിൽ മുഖാന്തരം ഇപ്പോൾ പോലീസിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്മേലാണ് നിയമ നടപടികൾ തുടരുന്നത്. സോണിയ മൽഹാർ അല്പം മുമ്പ് പറഞ്ഞിരുന്നു അവർ ഇമെയിൽ മുഖാന്തരം പരാതി നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ചില ക്ലാരിഫിക്കേഷനുകൾ പോലീസ് തേടുകയാണ്. അതിനുശേഷം അവരുടെ മൊഴി എടുക്കാമെന്ന് പോലീസ് അവരെ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യവും പറഞ്ഞിരുന്നു. അവർ എന്ത് കാര്യങ്ങളാണോ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അതേ രീതിയിൽ തന്നെയുള്ള മൊഴി പോലീസിന് നൽകും എന്നും അറിയിച്ചിട്ടുണ്ട്. മിനു മുനീറിന്റെ മൊഴി ആലുവയിൽ അവരുടെ വീട്ടിലെത്തി പോലീസ് ഇന്ന് രേഖപ്പെടുത്തുന്നു. ഇതെല്ലാം ഇതിൽ പുതിയ സംഭവ വികാസങ്ങളാണ്. കൂടുതൽ നടന്മാർക്കെതിരെ കേസ് വരും എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. കാരണം മൊഴികൾ അവർക്ക് എതിരാണ്. വരും ദിവസങ്ങളിലും അപ്പോൾ മലയാള സിനിമാ രംഗത്ത് കൂടുതൽ നടന്മാർ പ്രതിപട്ടികയിലേക്ക് വരുന്നത് എന്തായാലും സിനിമയ്ക്ക് ഗുണകരമായ ഒരു കാര്യമല്ല. അതോടൊപ്പം തന്നെയാണ് സിനിമാ സംഘടനകൾ ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. വേണ്ടി അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.